മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു പരിപാടിയുടെ സമാപനമാണിന്ന്. നിലമ്പൂർ ആയിഷ നവതി ആദരം എന്ന പേരിൽ കഴിഞ്ഞ 3 ദിവസമായി ഈ അക്കാദമിയിൽ വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായി നിലമ്പൂർ ആയിഷ ഫിലിം ഫെസ്റ്റിവൽ ഇവിടെയുള്ള ടി.എ. റസാഖ് തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നു കഴിഞ്ഞു. ആയിഷാത്തയുമായി ബന്ധപ്പെട്ട സിനിമകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ അതാണ് അവിടെ നടന്നത്. അതിൽ ആയിഷാത്തയുടെ ജീവിതത്തെ ആസ്പദമാക്കി മുഹാജിർ കരുളായി തയ്യാറാക്കിയ നാടകത്തെ ഒരു ടെലിഡ്രാമയായി സ്ക്രീനിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള കേരള നൂർജഹാൻ എന്ന സിനിമയാണ് ആദ്യം പ്രദർശിപ്പിച്ചത്. പിന്നീട് ആയിഷാത്തക്ക് നല്ല റോളുള്ള കുട്ടിക്കുപ്പായം സിനിമ പ്രദർശിപ്പിച്ചു. ഇന്നലെ ആയിഷ എന്ന അടുത്ത കാലത്തിറങ്ങിയ നിലമ്പൂർ ആയിഷയായിക്കൊണ്ട് ആയിഷാത്തയുടെ പ്രവാസ ജീവിതം ചിത്രീകരിക്കുന്ന മഞ്ജു വാര്യർ അഭിനയിക്കുന്ന സിനിമ കാണിച്ചു. അതിനുശേഷം നിലമ്പൂർ ആയിഷയായിക്കൊണ്ട് തന്നെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയായിക്കുള്ള ചോപ്പ് സിനിമ അതും പ്രദർശിപ്പിച്ചു. പിന്നീട് ഇന്ന് ഉച്ചയ്ക്ക് ആയിഷക്കാലം എന്ന പേരിൽ സതീഷ് കുമാർ എടക്കര തയ്യാറാക്കിയിട്ടുള്ള 1/2 മണിക്കൂർ ഡോക്യുമെൻ്ററിയും ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ മലയാള സിനിമയിലെയും നാടകത്തിലെയും മാപ്പിളപ്പാട്ടുകൾക്ക് വേണ്ടി മാത്രമായുള്ള ഒരു ആലാപന മത്സരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരുന്നു. അവരുടെ വിജയികളെ നമ്മളിപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചു. അങ്ങനെ വിവിധ പരിപാടികളായി നടന്നുകൊണ്ടിരുന്ന ഈ പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൽ ആദര സമ്മേളനം. ഈ ആദര സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. അപ്പോൾ ആയിഷാത്തയുമായി ബന്ധപ്പെട്ട് ഏതാനും വാക്കുകൾ പങ്കുവെച്ചതിന് ശേഷം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. നിലമ്പൂർ ആയിഷയെപ്പോലെയുള്ള ഒരാളെ ആയിഷാത്തയുടെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പം നമ്മൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഒരു മഹനീയമായ ഒരു അധ്യായത്തെ സ്പർശിക്കുകയാണ്. അത്ര വലിയ സംഭവബഹുലമായ ഒരു ജീവിതമാണ് ആയിഷാത്തയുടെ കലാജീവിതം. കലാരംഗത്തേക്ക് വന്നതിൻ്റെ പേരിൽ ഇത്രമാത്രം എതിർപ്പുകൾ നേരിട്ട മറ്റൊരു കലാകാരിയോ കലാകാരനോ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ആ രീതിയിൽ പിന്നീട് വന്ന എല്ലാവർക്കും പ്രചോദനമായിക്കൊണ്ട് വഴികാട്ടിയായിക്കൊണ്ട് ആയിഷാത്ത തൻ്റെ കലാജീവിതം 90 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ആയിഷാത്ത ഞാൻ വിശദാംശങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇവിടെ ആയിഷാത്തയെക്കുറിച്ച് ധാരാളമായി സംസാരിക്കാനുള്ള ആളുകളുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ ഇരിക്കുന്നവരിൽ ആരെക്കാളും ഒരുപക്ഷെ ആയിഷാത്തയുടെ വ്യക്തി ജീവിതത്തെ അടുത്തിടപഴകാൻ അവസരം കിട്ടിയ ഒരാൾ എന്ന നിലക്ക് ചിലത് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ആയിഷാത്ത നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന സംഭവമാണ്. മഞ്ചേരിയിലെ മേലാക്കത്ത് നാടകം അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു യാഥാസ്ഥിതികൻ അവരുടെ നേർക്ക് വെടിയുതിർക്കാനുണ്ടായത്. അവരും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രംഗം അവതരിപ്പിച്ചത് കൊണ്ട് ഇതിൻ്റെ പേരിൽ മാത്രമാണ് ആ വെടിയുണ്ട അവരുടെ മേൽ സ്പർശിക്കാതെ കർട്ടൻ തുളച്ച് കടന്നുപോയത്. ഇതെല്ലാം നമ്മളൊക്കെ കേട്ടിട്ടുള്ള സംഭവങ്ങളാണ്. മണ്ണാർക്കാട് വെച്ച് ഒരു ഗ്രീൻ റൂമിലേക്ക് കയറി വന്ന ഒരു അക്രമി അവർ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മുഖത്തടിച്ചിട്ട് ഇറങ്ങി ഓടുകയാണ്. പക്ഷെ ആയിഷാത്ത ഇന്നൊരു പോരാളിയായിരുന്നു. ആ ഗ്രീൻ റൂമിൽ തൊട്ട് പിറകെ ഓടിക്കൊണ്ട് തെരുവിലിട്ട് അവനെ പിടിക്കുകയും അവനെ പോലീസിൽ ഹാജരാക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഹാജരാക്കിയതിന് ശേഷം സംഭവിച്ചത് അദ്ദേഹം ആ അക്രമി പറഞ്ഞത് എൻ്റെ മോളെ കല്യാണമാണ് അടുത്ത മാസം, ഞാൻ ജയിലിൽ പോയ എൻ്റെ മോളെ കല്യാണം മുടങ്ങുന്ന സമയത്ത് കേസ് എടുക്കരുത് എന്ന് പറഞ്ഞ് പിന്നെ പോലീസിനോട് വാദിച്ച ആയിഷാത്ത. ഇങ്ങനെ വൈവിധ്യമുള്ള അനുഭവങ്ങൾ ഇത്രമാത്രമുള്ള മറ്റാരാണ് ഉണ്ടാവുക?
കണ്ണൂർ ജില്ലയിലെ പയങ്ങാടിയിൽ വെച്ചാണ് ഒരു ബോട്ടിലാണ്, അന്നൊക്കെ ബോട്ടിലൊക്കെയാണ് നാടക സംഘം അവരെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടാണ് പോവുക. അങ്ങനെയുള്ള സമയത്താണ് ഒരു ബോട്ടിൽ ആയിഷാത്തടക്കമുള്ള നാടക സംഘം വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ അവിടേക്ക് മുസ്ലിം സ്ത്രീ നാടകത്തിലേക്കല്ല നരകത്തിലേക്കാണെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കയ്യിൽ ചില ആയുധങ്ങളുമായി കൊണ്ടൊരു സംഘത്തിൻ്റെ വരവ് കണ്ടപ്പോൾ നാടക സംഘം തന്ത്രപൂർവ്വം ആയിഷാത്തെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ആയിഷാത്തെ ഇതൊക്കെ ജീവിതാനുഭവങ്ങളായിട്ട് പലതിലും പങ്കുവച്ചിട്ടുള്ളതാണ്. അന്ന് ആയിഷാത്തെ അവർ രക്ഷപ്പെടുത്തിയത് ഈ ബോട്ടിൻ്റെ അടിഭാഗത്ത് ആദ്യം ആയിഷാത്തെ നിലത്ത് കിടത്തിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ മേലെ മേക്കപ്പ് സാധനങ്ങളും ഈ പിന്നെ ഈ സെറ്റിങ്സും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ അവരുടെ മേൽ പൊതിഞ്ഞിട്ട് ഇതിൽ ആയിഷ ഇല്ല എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അവരെ രക്ഷപ്പെടുത്തിയെടുത്തത്. ആ രീതിയിൽ ഇത്രമാത്രം കടുത്ത ഈ കായികമായി ഇങ്ങനെയൊക്കെയുള്ള ആക്രമണം നടക്കുമ്പോഴും ഞാൻ നാടകരംഗത്ത് തന്നെ നിൽക്കും, കലാരംഗത്ത് നിൽക്കും എന്ന് ആ പ്രഖ്യാപനം അത് ഈ 90-ാം വയസ്സിലും എല്ലാ കാര്യത്തിലും ഞാൻ കൊറോണ ഉള്ള സമയത്ത് ഞങ്ങൾ ആരും ആയിഷാത്തിനെ പരിപാടിക്ക് വിളിക്കാറില്ലായിരുന്നു. അപ്പോൾ ആയിഷാത്ത് പറയാണ് എന്നെ പിടിക്കാനുള്ള കൊറോണ നീ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ലോടോ എന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതാണ് ആയിഷാത്തിൻ്റെ ആ മനക്കരുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 90 ചിലപ്പോൾ നമുക്ക് ശതാബ്ദിയും നമുക്ക് ആഘോഷിക്കേണ്ടി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ ആയിഷാത്തയുമായി അടുത്തിടപഴകുന്നത് കലാജീവിതവും പ്രവാസ ജീവിതവും കഴിഞ്ഞിട്ടും സ്വന്തമായൊരു വീട് ആയിഷാത്തക്ക് ഉണ്ടായിരുന്നില്ല. അതും നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോകുന്നത്? കാരണം ആയിഷാത്തെ പോലത്തെ ഒരാളുടെ കലാജീവിതം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിലല്ല. അതിൽ സാമ്പത്തിക നേട്ടം അതിൻ്റെ ലക്ഷ്യമേ അല്ല. അത് കെ അയ്മൂൻ്റെ നാടകം പോലെ തന്നെയാണ്. ഇജ്ജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്കുന്നില്ല, മനുഷ്യരെ കൂടുതൽ നല്ല ആക്കി നോക്കാൻ വേണ്ടിയുള്ള നാടക പ്രവർത്തനം മാത്രമാണ് അവർ നടത്തിയിരുന്നത്. അതുകൊണ്ട് അതിൽ സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സിനിമയിലും അന്ന് വലിയ പ്രതിഫലമൊന്നും കിട്ടുന്ന ആളായിരുന്നില്ല. അത് പ്രതിഫലം അന്ന് ഇത്ര പോലത്തെ കോടികളുടെ പ്രതിഫലമുള്ള ഒരു മേഖലയല്ല അന്ന്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കഴിഞ്ഞിട്ടും പിന്നെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ആയിഷാത്തക്ക് വീടില്ല. ഇത് പുരോഗമന കലാസാഹിത്യ സംഘം വളരെ വിഷമത്തോടെ ചർച്ച ചെയ്യുകയും അങ്ങനെ അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഒരു ആലോചന വരികയും അങ്ങനെ ഒരു ഇതിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത് സാംസ്കാരിക ജീവിതത്തിലെ ഏറ്റവും ആത്മസംതൃപ്തി കിട്ടിയ ഒരു പ്രവർത്തനമായി ഞാൻ ഇപ്പോഴും മനസ്സിൽ കരുതുകയാണ്. കാരണം അന്ന് ഇന്നത്തെ പോലെ ഗൂഗിൾ പേ ഒന്നുമില്ല കാലമല്ല. ആയിഷാത്താക്ക് ഞങ്ങൾ വീട് വെക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ഞങ്ങൾ സ്നേഹോപഹാരം കൊടുക്കാനാണെന്നാണ് പറഞ്ഞുള്ളൂ. പറയാൻ ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ ബീഹാറിലെയും ഉത്തർപ്രദേശത്തിലേക്ക് ഉള്ള ചില ഉൾപ്രദേശത്തിലുള്ള ചില തൊഴിൽ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ 50 രൂപ 25 രൂപയൊക്കെ മണി ഓർഡർ അയച്ചു തന്നപ്പം ആയിഷാത്ത എന്ന കലാകാരി എന്തുമാത്രം മലയാളികളുടെ മനസ്സിൽ ഇടം നേടി എന്നുള്ളത് ബോധ്യപ്പെടുന്ന ഒരു സംഭവമായിട്ട് അത് അനുഭവപ്പെടുകയുണ്ടായി. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു കാര്യത്തിൽ ആ വീട്ടിൽ തന്നെയാണ് ആയിഷാത്ത് എപ്പോഴും താമസിക്കുന്നത് നല്ലത്. ഈ സാംസ്കാരിക കേരളത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് എല്ലാ ഭാഗത്തും ഞങ്ങൾക്ക് പിന്തുണ കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത്. അതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. അതുപോലെ കലാജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് അപൂർവതകളും ആയിഷാത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ജീവിതത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്വന്തം സ്വന്തം കഥാപാത്രത്തെ നിലമ്പൂർ ആയിഷ എന്ന കഥാപാത്രത്തെ നിലമ്പൂർ ആയിഷ തന്നെ അവതരിപ്പിക്കുന്ന അനുഭവം അധികം അഭിനേതാക്കൾക്ക് കിട്ടിയിരിക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവിതത്തെക്കുറിച്ചൊരു സിനിമ ഇറങ്ങുന്നതും ഒരുപാട് കലാകാരർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു അവസരം ആയിരിക്കില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം ജീവിതത്തെക്കുറിച്ചൊരു നാടകം അവതരിപ്പിക്കുന്നത് കാണാൻ, നിലമ്പൂർ ആയിഷ എന്ന ജീവിതം തന്നെ അവതരിപ്പിക്കുന്ന നാടകം കാണാനും അങ്ങനെ അതൊക്കെ അത്ര ഒരുപാട് അപൂർവതകൾ നേടിയെടുത്ത ഒരു കലാകാരിയാണ്. അതുപോലെ തന്നെയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കും. അതായത് ജീവിച്ചിരിക്കുമ്പോൾ പാഠപുസ്തകത്തിലെ ഭാഗമായി തീരുക എന്നതും അതുപോലത്തെ ഒരു കാര്യമാണ്. അതിൽ ഒരു അഭിമാനം എനിക്ക് കൂടിയുണ്ട്. ഞാൻ കേരള സാഹിത്യ അക്കാദമിയുടെ മുഖമാസികമായ സാഹിത്യ ചക്രവാളത്തിൽ ഞാൻ ആയിഷാത്തെക്കുറിച്ചൊരു ലേഖനം എഴുതിയിരുന്നു. അത് തോക്കിനെ ഭയക്കാത്ത കലാകാരി എന്ന പേരിലായിരുന്നു. ആ ലേഖനം മമ്പാട് MES കോളേജിൽ ഇപ്പോൾ ഓട്ടോണോമസ് ആണ്. ഓട്ടോണോമസ് കോളേജുകൾക്ക് അവരുടെ സിലബസിൽ കുറച്ച് കാര്യങ്ങൾ ചേർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സിലബസിൽ ആയിഷാത്തയുടെ ഈ ലേഖനം മമ്പാട് MES ഓട്ടോണോമസ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ മറ്റ് പല കലാകാരർക്കും ജീവിതത്തിൽ അധികം അനുഭവിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ഒരുപാട് അംഗീകാരങ്ങൾ ഒക്കെ നേടിയിട്ടുള്ള എൻ്റെ നാടിൻ്റെ കൂടി
പുത്രിയായിട്ടുള്ള ഐഷാത്തയുടെ പേരിൽ ഇങ്ങനെ ഒരു പരിപാടി ഈ അക്കാദമിയിൽ വെച്ച് നടത്താൻ കഴിഞ്ഞത് എൻ്റെ സാംസ്കാരിക ജീവിതത്തിലെ ഒരു ധന്യതയായി, അല്ലെങ്കിൽ ഒരു സംതൃപ്തിയുള്ള സംഭവമായി കണക്കാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ആദര സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് അക്കാദമിയുടെ ആദരണീയനായ ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയാണ്. ഔപചാരികയുടെ പേരിൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററും മുൻ MLA-യുമായിട്ടുള്ള സഖാവ് M. സ്വരാജാണ്. മുൻ MLA അത് പറഞ്ഞു, സഖാവ് M. സ്വരാജാണ്. അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ എനിക്കറിയാം, ഞങ്ങൾ ഒരേ പഞ്ചായത്തുകാരാണ്. പിന്നെ പഞ്ചായത്ത് സർക്കാർ പളർത്തി കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വേറെ പഞ്ചായത്തുകാരൻ. ഇപ്പോൾ പുറത്തിൽ ചുങ്കത്ര ഒരു പഞ്ചായത്തായിരുന്നു. അപ്പോൾ അന്ന് മുതലേ അദ്ദേഹത്തിൻ്റെ അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗ ചാതുര്യമൊക്കെ അന്നേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്ന് വരികയും അതിലെ ഒരു കേരളത്തിൻ്റെ ഒരു മുൻനിരയിലേക്ക് വരികയും ചെയ്ത ഈ സ്വരാജ് തന്നെയാണ് സാംസ്കാരിക രംഗത്ത് നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്ന് പ്രവർത്തിച്ചു തുടങ്ങി സാംസ്കാരിക കേരളത്തിൻ്റെ മുൻനിരയിലെത്തിയിട്ടുള്ള ആയിഷാത്തയുടെ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യനായ ആൾ. അതുകൊണ്ട് M. സ്വരാജ് സഖാവിനെ വളരെ ആദരപൂർവ്വം, വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരിവള്ളൂർ മുരളേട്ടൻ സർഗാത്മക ജീവിതവും സംഘടനാ പ്രവർത്തനവും ഇത്ര മനോഹരമായി സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന മറ്റൊരു സാംസ്കാരിക പ്രവർത്തകൻ കേരളത്തിലുണ്ടോ എന്നറിയില്ല. കാരണം അത്രമാത്രം ഞാൻ അത് അത്ഭുതത്തോടെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഏറ്റവും ഉജ്ജ്വലനായ നാടകക്കാരൻ. പലപ്പോഴും നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന പല പാട്ടുകളും കരിവള്ളൂർ മുരളിയുടേതാണ് ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. കാരണം നാടൻ പാട്ടിൻ്റെതുപോലെ നമ്മളെ മലയാളി സ്വീകരിച്ച ഒരുപാട് പാട്ടുകളുടെ കവിയാണ്. അപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള നമുക്കെല്ലാവർക്കും പരിചിതനായ കരിവള്ളൂർ മുരളിയെ ഈ ആദര പ്രഭാഷണം നടത്തിയിട്ടുള്ള കരിവള്ളൂർ മുരളിയെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സൂസൻ ജോർജ് സാംസ്കാരിക സംഘടനാ പ്രവർത്തന രംഗത്ത് ദശാബ്ദങ്ങൾ ഞങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്താണ്. കേരളത്തിലെ അറിയപ്പെടുന്ന സാംസ്കാരിക പ്രഭാഷകരിൽ ഒരാളായ ഡോക്ടർ സൂസൻ ജോർജ് ഇവർ ആദര പ്രഭാഷണം നടത്താൻ എത്തിയിട്ടുണ്ട്. അവരെ വളരെ സ്നേഹത്തോടെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ആയിഷത്തേക്ക് നമ്മളൊരു ഉപഹാരം സമർപ്പിക്കുന്നുണ്ട്. ആ ഉപഹാരം സമർപ്പിക്കുന്നത് കോഡൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള പാലോളി അബ്ദുറഹ്മാനാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഈ പരിപാടിയിൽ അതിനനുബന്ധമായിക്കൊണ്ട് ഈ കലാസാംസ്കാരിക രംഗത്തും സാമൂഹ്യ സേവന രംഗത്തൊക്കെ വ്യത്യസ്തമായ അല്ലെങ്കിൽ പ്രത്യേകതകളുള്ള ഒട്ടേറെ സംഭാവനകൾ ചെറിയ കുറേ വ്യക്തികളെ ഇവിടെ ആദരിക്കുന്നുണ്ട്. അവർ കുറേ പേര് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലരിവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആ പേര് വായിച്ചു പോകണം, മറ്റത് അവരെ വിളിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാം. P. ജാനകി, VP മൻസിയ, VP സുഹറ, TA ഉഷാകുമാരി, കലാമണ്ഡലം ശൈല, മാരിയത്ത് CH, നിസ അസീസി, ഷബ്ന പൊന്നാട്, ദിവ്യ ഇന്ദീവരം, റഹീന കൊളത്തറ, നർഗീസ് ബീഗം, സത്യഭാമ, സുഹൈന വാഴക്കാട്, നേഹ തിരൂർ, ജസീറ അരക്കണർ, റാബിയ പടനിലം, ജസീല സഫീർ മാമ്പുഴ, നസീറ ബക്കർ, എബിലിറ്റി ഫൗണ്ടേഷൻ്റെ കലാകാരികളായിട്ട് ഇവിടുത്തെ മഹോത്സവത്തിലൊക്കെ ഗംഭീരമായ കലാഭരണം അവതരിപ്പിച്ച എബിലിറ്റി ഫൗണ്ടേഷൻ്റെ കലാം ടീം, പിന്നെ ഹെബൽ അൻവർ അദ്ദേഹം ഹെബൽ അൻവറും അവരുടെ മാതാപിതാക്കളും ഒരു ഗ്രാൻഡ് ഫാദറും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെയും സ്വാഗതം ചെയ്തു. അവരുടെ വിശേഷണങ്ങളൊക്കെ ഞാൻ ആദരിക്കുന്ന സമയത്ത് പറയാം. അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സെഷൻ്റെ ഭാഗമായിക്കൊണ്ട് മാപ്പിളപ്പാട്ടുകളും മലയാള നാടകവേദിയും എന്ന വിഷയത്തിലൊരു പ്രഭാഷണം അക്കാദമിയുടെ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ഫൈസൽ എളയത്തിൽ നിർവഹിക്കും. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇതിലെ ഈ ആദര സമ്മേളനത്തിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ എത്തിയിട്ടുള്ള TK ഹംസക്ക, രാഹുൽ കൈമല എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. അതിലൊക്കെ ഉപരിയായി പിന്നെ ഇതിൽ നന്ദി പറയുന്നത് നമ്മൾ അക്കാദമി വൈസ് ചെയർമാൻ പുലിക്കോട്ടിൽ ഹൈദരലിയാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണക്കാരിയായിട്ടുള്ള ആയിഷാത്തയെ ഏറ്റവും ആദരപൂർവ്വം, ഏറ്റവും സന്തോഷപൂർവ്വം, വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ
നിങ്ങളെല്ലാവരെയും പങ്കെടുക്കാനെത്തിയുള്ള മുഴുവൻ പേരെയും മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഈ സ്വാഗത പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ ഈ ആദര സമ്മേളനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അക്കാദമിയുടെ ആദരണീയനായ ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയോട് അഭ്യർത്ഥിക്കുന്നു.